യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. ഇന്നലെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തോബിത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം മനോഹരമായിട്ട് 8-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ തോബിയാസിൻ്റെ സാറയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നു. അവിടെ 3 കാര്യങ്ങൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഒന്ന്, തോബിയാസും സാറയും ദൈവത്തിൻ്റെ വചനത്തിന്, വാക്കുകൾക്ക് 1-ാം സ്ഥാനം കൊടുത്തു. അത് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു 1-ാം സ്ഥാനം നമ്മൾ കൊടുക്കണം. ദൈവവചനം കേൾക്കുന്നവൻ്റെ ജീവിതം വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24 മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനെന്നാണ്. കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു, അത് വീണുപോയില്ല. എന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെക്കുറിച്ച് വചനം പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അവൻ മണൽപ്പരപ്പിൽ ഭവനം പണിത ഭോഷന് തുല്യനെന്നാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് ഈ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച ഭയാനകമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ കുടുംബം സന്തോഷവും സമാധാനവും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, കുടുംബ ജീവിതത്തിൽ നിന്ന് പിശാചിനെ തീർച്ചയായിട്ടും നീ പുറത്താക്കണം. അപ്പോൾ സമാധാനം ഉണ്ടാകും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നീ ആ കുടുംബത്തിൽ നിറയ്ക്കണം. 3, ഭർത്താവും ഭാര്യയും ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം തന്ന നിൻ്റെ പങ്കാളിയുടെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഇന്നു മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദിനവും ആ പ്രതിജ്ഞ ഓരോ ദിവസവും നീ പ്രാർത്ഥനാപൂർവ്വം ചൊല്ലേണ്ടതാണ്. അങ്ങനെ ഒരു ജീവിതം നീ ആരംഭിക്കണം. അതാണ് സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവമാണ് നിൻ്റെ ഈ ജീവിതത്തെ ആശീർവദിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ദൈവമാണ് ആദ്യമായി ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിലെ കുടുംബജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫിനെ ആശീർവദിക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധമായ ദേവാലയത്തിൽ വച്ച് പുരോഹിതൻ, ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനാണ് ദേവാലയത്തിൽ പരസ്പരം കരങ്ങൾ കോർപ്പിച്ചുകൊണ്ട് ആ വിവാഹ ജീവിതത്തെ ആശീർവദിക്കുന്നത്. അതുകൊണ്ട് നിസാര പ്രശ്നങ്ങളും നിസാരമായ പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവൻ എനിക്ക് യോഗ്യനല്ല അല്ലെങ്കിൽ ഇവളെനിക്ക് യോഗ്യയല്ല എന്ന് പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തുവാൻ പരസ്പരം ഓടി നടക്കുന്ന പല സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ദൈവം യോജിപ്പിച്ച ആ പരിശുദ്ധമായ വിവാഹ ജീവിതത്തെ മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ വിശുദ്ധ മത്തായിലൂടെ കർത്താവ് അരുൾ ചെയ്യുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 24 വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് 2 വ്യക്തികൾ, 2 ആത്മാക്കൾ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ട് മാറുകയാണ്. വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ കൾച്ചറും വ്യത്യസ്തമായ ഭാഷ തന്നെ ഉള്ള 2 വ്യക്തികളാണ് ഒരു ശരീരവും ഒരാത്മാവായി തന്നെ. ഇവിടെ ഒന്നും അപ്പോൾ 2ആണ്. പക്ഷേ ദൈവത്തിൻ്റെ കണക്കൂട്ടലുകൾ 1 2അല്ല, 1 1 മനുഷ്യൻ്റെ കണക്കൂട്ടലല്ല ദൈവത്തിൻ്റെ കണക്കൂട്ടൽ. ദൈവത്തിൻ്റെ കണക്കൂട്ടൽ 1 1 അപ്പോൾ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ പങ്കാളികൾ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ട് മാറുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുക. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അത് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്രകാരം ഒന്നായിത്തീരുന്നതിനെക്കുറിച്ച് പൗലോസ് പറയുക, ഇറ്റ് ഈസ് എ മിസ്റ്ററി. പരിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോഴും ഇറ്റ് ഈസ് എ മിസ്റ്ററി എന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ ഈ സാധാരണ അപ്പവും സാധാരണ വീഞ്ഞും മുന്തിരിച്ചാറും വിശുദ്ധ ബലിയിലൂടെ പുരോഹിതൻ്റെ പ്രാർത്ഥനയിലൂടെ
അത് സാരാംശമാറ്റം സംഭവിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു. അതാണ് ഇറ്റ് ഈസ് എ മിസ്റ്ററി. മനുഷ്യൻ്റെ ചിന്തകൾക്കുപരിയായിട്ട്, മനുഷ്യൻ്റെ ബോധ്യങ്ങൾക്ക് ഉപരിയായിട്ട്, അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ സംഭവിക്കും. അതാണ് ഇറ്റ് ഈസ് എ മിസ്റ്ററി എന്ന് പറയുക. പ്രിയപ്പെട്ടവർ, പലപ്പോഴും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എനിക്കൊരു ഭാരമായിട്ട് തോന്നരുത്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എൻ്റെ ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ഇതൊരു ഭാരമല്ല, ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഇതൊരു ഗ്രേസാണ്, കൃപയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ പങ്കാളി ഒരു ഭാരമായി തോന്നിയാൽ പിന്നെ ജീവിതം ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിനാൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എനിക്കൊരു ഭാരമേ അല്ല. ദൈവമാണ് ഈ ബന്ധത്തെ കൂട്ടിയോജിപ്പിച്ചത്. പലപ്പോഴും ഒരിക്കൽ ഒരു വൈദികൻ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു. 50ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആശംസിക്കാൻ വേണ്ടി അച്ഛൻ ഈ അമ്മയുടെ അരികിലേക്ക് ഇങ്ങനെ പോയപ്പോൾ അച്ഛൻ അഭിനന്ദനങ്ങൾ അറിയിച്ചപ്പോൾ പറഞ്ഞു, അച്ചോ പറ്റിപ്പോയതാണ് അച്ചോ, ബ്രോക്കർ എൻ്റെ ജീവിതത്തെ പറ്റിച്ചതാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യനോടൊപ്പം ഞാൻ ഈ 50 വർഷക്കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട അച്ഛാ ജീവിച്ചതെന്ന്. ചില ആൾക്കാർ ഇങ്ങനെയാണ്. 50ാമത്തെ വിവാഹ വാർഷിക സമയത്ത് പോലും കുറ്റം പറഞ്ഞ് എൻ്റെ ജീവിതം ബ്രോക്കർ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം പേരെയൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഈ ബന്ധം സ്ഥാപിച്ചത്? തിരുവചനത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ 6ാമത്തെ അധ്യായം 17ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്രകാരം വചനം പറയുന്നുണ്ട്, അനാദി മുതൽ ദൈവം നിനക്കായി അവളെ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അനാദി മുതൽ ദൈവം നിൻ്റെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ സാറയെ തോബിത്തിന് വേണ്ടിയിട്ട് ദൈവം നിശ്ചയിച്ചു. അതാണ് ഈ തോബിത്തിൻ്റെ പുസ്തകം പറയുന്നത്. അപ്പം ഈ ദൈവം നിശ്ചയിക്കപ്പെട്ടതാണത്. അതുകൊണ്ട് മറ്റെന്തും പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദൈവമാണ്, അല്ലാതെ ബ്രോക്കറല്ല നിൻ്റെ ജീവിതത്തിലെ ഇങ്ങനെ കോർത്തിണക്കിയത്. വചനത്തിൽ ഇപ്രകാരം പറയുന്നുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1ാമത്തെ അധ്യായം 27-28 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവരെ ഒരു ശരീരമായി തീരാനും പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ ദൈവമാണ് നിനക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു പങ്കാളിയെ ദൈവം നിനക്ക് നൽകി, അല്ലാതെ നീ കണ്ടെത്തുകയല്ല, അല്ലെങ്കിൽ ബ്രോക്കർ കണ്ടെത്തുകയല്ല, അല്ല നിൻ്റെ മാതാപിതാക്കൾ കണ്ടെത്തുകയല്ല. ദൈവം നിശ്ചയിച്ചു ഉറപ്പിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങളെ പ്രതി അയ്യോ എനിക്ക് കിട്ടിയ പങ്കാളി ഇത് എനിക്ക് അനുയോജ്യനല്ല, അവൻ മദ്യപാനിയാണ്, അവൻ വഴക്കാളിയാണ്, അവൻ ദേഷ്യക്കാരനാണ്, അവനൊരു കഴിവുമില്ല, അവന് എന്നെപ്പോലെ അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊന്നും നീ ചിന്തിക്കേണ്ട. ദൈവം നിനക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചുറപ്പിച്ച ആ പങ്കാളിയോടൊപ്പം സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെ ജീവിക്കുകയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 5ാമത്തെ അധ്യായത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനം പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതിൽ 22 മുതൽ വാക്യങ്ങൾ, 5:22 മുതൽ വാക്യങ്ങൾ പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. നിങ്ങൾ ഭർത്താവിന് വിധേയപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അംഗീകരിക്കില്ല, അപ്പനെ അംഗീകരിക്കില്ല, മക്കൾ വഴിതെറ്റിപ്പോകും, വഴിപിഴച്ചു പോകുമെന്ന് പറയും. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് വേണം ജീവിക്കേണ്ടത്. ഭർത്താവിനെ അവൾ ഒരു രാജ്ഞിയായിട്ടല്ല, അവൾ ഒരു രാജ്ഞിയായിട്ട് ഭർത്താവിനെ അടിമപ്പെടുത്തിയല്ല ജീവിക്കേണ്ടത്. കുടുംബത്തിൻ്റെ രക്ഷകൻ എന്ന് പറയുന്നത് ഭർത്താവാണ്. അതുകൊണ്ട് നീ ഭർത്താവിനെ സ്നേഹിച്ചാൽ നിൻ്റെ മക്കൾ നിന്നെ സ്നേഹിക്കും, അദ്ദേഹത്തെ ബഹുമാനിക്കും, അദ്ദേഹത്തെ അനുസരിക്കും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ രക്ഷകൻ, കുടുംബത്തിൻ്റെ നിയന്താവ്, കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഭർത്താവാണ് എന്ന കാര്യം നീ മറക്കുക. അതുകൊണ്ട് നീ അവന് വിധേയപ്പെട്ട് ജീവിക്കണം. വീണ്ടും തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്
എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം വളരെ വ്യക്തമായിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 25-ാമത്തെ വാക്യം പറയുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. അപ്പം ഭർത്താക്കന്മാരോട് പറയുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തു സഭയെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. അവൾ നിൻ്റെ അടിമയല്ല. അവളെ നീ ഒരു അടിമയായിട്ട് കാണരുത്. അവളെ മക്കളുടെ മുമ്പിൽ വെച്ച് അവളെ മോശപ്പെടുത്തി പറയുകയും അവളെ പരിഹസിക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്യരുത്. അവളെ ക്രിസ്തു എപ്രകാരമാണ് സഭയെ സ്നേഹിച്ചു അതുപോലെ നിൻ്റെ ഭാര്യയെ, ദൈവം നിനക്ക് നൽകിയ, അനാദി മുതലേ ദൈവം നിനക്ക് നൽകിയ നിൻ്റെ പങ്കാളിയെ അപ്രകാരം നീ സ്നേഹിക്കണമെന്നാണ് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുക. പ്രിയപ്പെട്ട, പലപ്പോഴും നമ്മൾ കാണുന്നത് പരസ്പരം മനസ്സിലാക്കാത്തതും വലിയൊരു പ്രശ്നമാണ്. ദൈവം കൂട്ടിയോജിപ്പിക്കപ്പെട്ട ദൈവം നിനക്ക് തുണയായി ചേർന്ന ഇണയെ, നിനക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇണയെ തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരസ്പരം മനസ്സിലാക്കുന്നില്ല. ഈ മനസ്സിലാക്കാത്തത് വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കലെന്ന് പറഞ്ഞാൽ, നിൻ്റെ പങ്കാളിയെ നിൻ്റെ മനസ്സിലാക്കണം. ആ കുറവുകളും ആ നന്മകളും എല്ലാം, കഴിവുകേടുകളും ഒക്കെ നീ അത് മനസ്സിലാക്കണം. നിൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക. ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭർത്താവിനെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല. ആദ്യ നാളുകളിൽ ഒരു നിസ്സാരമായ ഒരു ശബ്ദം കേട്ടാൽ, അവളുടെ ചുണ്ടനങ്ങിയാൽ അത് ഭർത്താവിന് മനസ്സിലാകും. ഭർത്താവിൻ്റെ ഒരു നോട്ടം മതി, അത് ഭാര്യയ്ക്ക് മനസ്സിലാകും. പക്ഷേ ഇന്നാണെങ്കിലോ കാറി വിളിച്ചാൽ പോലും മനസ്സിലാകുന്നില്ല. ഉറക്കെ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ അടുത്ത വീട്ടുകാർ കേൾക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം ഭാര്യയോ ഭർത്താവോ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കാത്തതിൻ്റെ കുറവാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ബാബേൽ ഗോപുരം എന്ന് പറഞ്ഞ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരസ്പരം ശണ്ട കൂടുന്ന, പരസ്പരം തർക്കിക്കുന്നവർ, പരസ്പരം കലഹക്കാരാണ്. അപ്പോൾ പലപ്പോഴും ഈ ബാബേൽ ഗോപുരം പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെ പ്രതി നമ്മൾ വലിയ ബാബേൽ ഗോപുരങ്ങൾ പണിതുയർത്തുമ്പോൾ പങ്കാളിയെ മനസ്സിലാക്കുവാനായിട്ട് മറന്നു പോകുന്നു. അവിടെ തർക്കങ്ങളും ബഹളങ്ങളും കലഹങ്ങളും ഉണ്ടായി നമുക്ക് പരസ്പരം പറയുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉയർത്തപ്പെടുന്ന ഈ ബാബേൽ ഗോപുരങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പോലും പങ്കാളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഭാഷ മനസ്സിലാകുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 36 ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ജെറുസലേമിൽ വന്നപ്പോൾ അന്ന് പത്രോസ് പ്രസംഗിച്ചത് 36 ഭാഷ സംസാരിക്കുന്നവർക്ക് മനസ്സിലായി എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടന്നത്. അപ്പം ദൈവത്തെ മറന്ന് മനുഷ്യൻ ബാബേൽ ഗോപുരങ്ങൾ പണിതുയർത്തുമ്പോൾ, കുടുംബജീവിതത്തിൽ മനുഷ്യൻ ദൈവത്തെ മറന്ന് ബാബേൽ ഗോപുരങ്ങൾ പണിതുയർത്തുമ്പോൾ എന്താ സംഭവിക്കുക? പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 36 ഭാഷകളിൽ അവർ മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായത്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ, അല്ലെങ്കിൽ ദൈവത്തിനെ നിൻ്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുക. നിൻ്റെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചേർന്ന് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ സന്തോഷദായകമായിട്ട് മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും പലരെയും മനസ്സിലാകാതെയും പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു എങ്കിൽ ദൈവത്തെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കൂട്ടിച്ചേർക്കുന്നില്ല. ദൈവത്തെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തി നമ്മൾ ബാബേൽ ഗോപുരങ്ങൾ പണിയുന്നത് കൊണ്ട് നമ്മുടെ സ്വരങ്ങൾ, പരസ്പരം ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് കുടുംബജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുക. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവമേ, നീ പടുത്തുയർത്തിയ, നീ അനുഗ്രഹിച്ച ഈ ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് പരസ്പരം ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.